ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോറി വീഡിയോസ് എല്ലാം കണ്ട് ഒരുപാട് പേര് ഇനിയും സ്റ്റോറീസ് വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു കഥ കേട്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ പുതിയ വാക്കും കഥയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓർത്ത് വെക്കാനും പിന്നീട് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ബൗണ്ടറി മാംഗോ ട്രീ, അതിരിലെ മാവ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിര് അല്ലെങ്കിൽ അതിർത്തി, അതായത് രണ്ട് പറമ്പുകൾക്കോ വീടുകൾക്കോ ഇടയിലുള്ള ഭാഗം. മാംഗോ ട്രീ, മാവ്. ദ ബൗണ്ടറി മാംഗോ ട്രീ, അതിർത്തിയിലെ അല്ലെങ്കിൽ അതിരിലെ മാവ്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ കോട്ടയം, ടു നെയ്ബേഴ്സ്, ബാലൻ നായർ ആൻഡ് ജോൺ, had a long-standing dispute over a single mango tree. The tree stood exactly on the boundary line between their properties. കോട്ടയത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ബാലൻ നായർ എന്നും ജോൺ എന്നും പേരുള്ള രണ്ട് അയൽവാസികളുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു മാവിനെ ചൊല്ലി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. ആ മാവ് നിൽക്കുന്നത് കൃത്യം അവരുടെ പറമ്പുകളുടെ അതിർത്തി രേഖയിലായിരുന്നു. ഇൻ എ സ്മോൾ വില്ലേജ്, വില്ലേജ് ഗ്രാമം. സ്മോൾ വില്ലേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമം. ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ. ആ ഗ്രാമം എവിടെയാണ്? ഇൻ കോട്ടയം, കോട്ടയത്ത്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ കോട്ടയം, കോട്ടയത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ. ടു നെയ്ബേഴ്സ്, നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽക്കാർ അല്ലെങ്കിൽ അയൽവാസികൾ. ടു നെയ്ബേഴ്സ്, രണ്ട് അയൽവാസികൾ. അതാരൊക്കെയാണ്? ബാലൻ നായർ ആൻഡ് ജോൺ, ബാലൻ നായരും ജോണും. ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട് ഓവർ എ സിംഗിൾ മാംഗോ ട്രീ. ലോങ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്ജക്റ്റീവാണ്, അതായത് ഒരു വിശേഷണമാണ്. വളരെ കാലമായി തുടരുന്ന, പെട്ടെന്നുണ്ടായതല്ലാത്ത, വർഷങ്ങളോളം പഴക്കമുള്ള എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം, വഴക്ക്, കലഹം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, നിയമപരമായ പ്രശ്നങ്ങളെയും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം. ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട്. ഹാഡ് വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ്. ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട്, ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. അതെന്തിനെ ചൊല്ലിയായിരുന്നു? ഓവർ എ സിംഗിൾ മാംഗോ ട്രീ. ആ സിംഗിൾ മാംഗോ ട്രീ എന്ന് വെച്ചാൽ ഒരു മാവ് മാത്രം. ഡിസ്പ്യൂട്ട് ഓവർ എ സിംഗിൾ മാംഗോ ട്രീ, ഒരു മാവിനെ ചൊല്ലി തർക്കം. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ കോട്ടയം, ടു നെയ്ബേഴ്സ്, ബാലൻ നായർ ആൻഡ് ജോൺ, ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട് ഓവർ എ സിംഗിൾ മാംഗോ ട്രീ. കോട്ടയത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ബാലൻ നായർ എന്നും ജോൺ എന്നും പേരുള്ള രണ്ട് അയൽവാസികളുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു മാവിനെ ചൊല്ലി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. ദ ട്രീ സ്റ്റുഡ് എക്സാക്ട്ലി ഓൺ ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടീസ്. ദ ട്രീ സ്റ്റുഡ്, ട്രീ മരം. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ്, നിന്നു അല്ലെങ്കിൽ നിന്നിരുന്നു. എവിടെയാണ് നിന്നിരുന്നത്? എക്സാക്ട്ലി ഓൺ ദ ബൗണ്ടറി ലൈൻ. എക്സാക്ട്ലി എന്ന് വെച്ചാൽ കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. ബൗണ്ടറി ലൈൻ അതിർത്തി രേഖ. ഓൺ ദ ബൗണ്ടറി ലൈൻ, അതിർത്തി രേഖയിൽ. ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടീസ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ പുരയിടങ്ങൾ അല്ലെങ്കിൽ പറമ്പുകൾ എന്നൊക്കെയാണ് അർത്ഥം. എക്സാക്ട്ലി ഓൺ ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടീസ്, കൃത്യം അവരുടെ പറമ്പുകളുടെ ഇടയിലെ അതിർത്തി രേഖയിൽ. ദ ട്രീ സ്റ്റുഡ് എക്സാക്ട്ലി ഓൺ ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടീസ്, ആ മരം നിൽക്കുന്നത് കൃത്യം അവരുടെ പറമ്പുകളുടെ അതിർത്തി രേഖയിലായിരുന്നു. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ കോട്ടയം, ടു നെയ്ബേഴ്സ്, ബാലൻ നായർ ആൻഡ് ജോൺ, ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട് over a single mango tree. The tree stood exactly on the boundary line between their properties. കോട്ടയത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ബാലൻ നായരെന്നും ജോൺ എന്നും പേരുള്ള രണ്ട് അയൽവാസികളുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു മാവിനെ ചൊല്ലി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. ആ മരം നിൽക്കുന്നത് കൃത്യം അവരുടെ പറമ്പുകളുടെ അതിർത്തി രേഖയിലായിരുന്നു. എവറി സമ്മർ വെൻ ദ ട്രീ ബൗഡ് വിത്ത് ഗോൾഡൻ ചന്ദ്രക്കാരൻ മാംഗോസ്, ദി ആർഗ്യുമെന്റ്സ് ബിഗാൻ. The trunk is in my yard, Balan Nair would shout. But the biggest branches hang over my roof, John would counter. എല്ലാ വേനൽക്കാലത്തും
ആ മരം സ്വർണ്ണ ചന്ദ്രക്കാരൻ മാമ്പഴങ്ങൾ കൊണ്ട് കുനിയുമ്പോൾ വാദങ്ങൾ ആരംഭിക്കും. തടി എൻ്റെ മുറ്റത്താണ്, ബാലൻ നായർ വിളിച്ചു പറയും. പക്ഷേ ഏറ്റവും വലിയ ശാഖകൾ എൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് തൂങ്ങിക്കിടക്കുന്നത്, ജോൺ എതിർക്കും. എവ്രി സമ്മർ, എവ്രി ഓരോ, സമ്മർ വേനൽക്കാലം, എവ്രി സമ്മർ ഓരോ വേനൽക്കാലത്തും. വെൻ ദ ട്രീ ബൗഡ് വിത്ത് ഗോൾഡൻ ചന്ദ്രക്കാരൻ മാംഗോസ്, വെൻ ആ സമയത്ത്, അതായത് ഇവിടെ മാങ്ങകൾ ഉണ്ടായപ്പോൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ട്രീ ആ മരം, ഇവിടെ മാവ്. ബൗഡ്, ബൗഡ് എന്ന് വെച്ചാൽ കുനിഞ്ഞു അല്ലെങ്കിൽ വളഞ്ഞു, അതായത് മാങ്ങകളുടെ ഭാരം കാരണം കൊമ്പുകൾ താഴ്ന്നു നിൽക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത് കൂടെ അല്ലെങ്കിൽ കൊണ്ട്. ഗോൾഡൻ സ്വർണ്ണ നിറത്തിലുള്ള, അതായത് പഴുത്ത മാങ്ങകളുടെ നിറമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രക്കാരൻ മാംഗോസ് എന്ന് പറയുന്നത് കേരളത്തിലൊരു പ്രത്യേക ഇനം നാട്ടുമാങ്ങയാണ്. വിത്ത് ഗോൾഡൻ ചന്ദ്രക്കാരൻ മാംഗോസ്, സ്വർണ്ണ നിറത്തിലുള്ള ചന്ദ്രക്കാരൻ മാമ്പഴങ്ങൾ കൊണ്ട്. വെൻ ദ ട്രീ ബൗഡ് വിത്ത് ഗോൾഡൻ ചന്ദ്രക്കാരൻ മാംഗോസ്, ആ മരം സ്വർണ്ണ ചന്ദ്രക്കാരൻ മാമ്പഴങ്ങൾ കൊണ്ട് കുനിയുമ്പോൾ. ദി ആർഗ്യുമെൻറ്റ്സ് ബിഗാൻ, ആർഗ്യുമെൻറ്റ്സ് തർക്കങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ. ബിഗാൻ ഇത് ബിഗിൻ്റെ പാസ്റ്റാണ്. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് ബിഗാൻ, അതായത് ആരംഭിച്ചു. ദി ആർഗ്യുമെൻറ്റ്സ് ബിഗാൻ, തർക്കങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു. ദ ട്രങ്ക് ഈസ് ഇൻ മൈ യാർഡ്, ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടി അല്ലെങ്കിൽ പ്രധാന ഭാഗം. യാർഡ് എന്ന് പറയുന്നത് മുറ്റം അല്ലെങ്കിൽ പറമ്പിനെയാണ്. ദ ട്രങ്ക് ഈസ് ഇൻ മൈ യാർഡ്, മരത്തിൻ്റെ തടി എൻ്റെ മുറ്റത്താണ്. ബാലൻ നായർ വുഡ് ഷൗട്ട്, ഷൗട്ട് ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ വിളിച്ചു പറയുക. വുഡ് ഷൗട്ട് വിളിച്ചു പറയുമായിരുന്നു, അതായത് പതിവായി ചെയ്യുന്നൊരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വുഡ് ഷൗട്ട്. ബാലൻ നായർ വുഡ് ഷൗട്ട്, ബാലൻ നായർ വിളിച്ചു പറയുമായിരുന്നു. ബട്ട് പക്ഷേ. ദ ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചസ്, ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ, ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മരക്കൊമ്പുകൾ. ദ ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചസ് ഏറ്റവും വലിയ മരക്കൊമ്പുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാഖകൾ. ഹാങ് ഓവർ മൈ റൂഫ്, ഹാങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക എന്നാണ് അർത്ഥം. ഓവർ മുകളിൽ, റൂഫ് എന്ന് പറഞ്ഞാൽ പുരപ്പുറം അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂര. ഹാങ് ഓവർ മൈ റൂഫ്, ദ ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചസ് ഹാങ് ഓവർ മൈ റൂഫ്, ഏറ്റവും വലിയ മരക്കൊമ്പുകൾ എൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് തൂങ്ങിക്കിടക്കുന്നത്. ജോൺ വുഡ് കൗണ്ടർ, കൗണ്ടർ എന്ന് പറഞ്ഞാൽ എതിർത്ത് പറയുക അല്ലെങ്കിൽ മറുവാദം ഉന്നയിക്കുക. വുഡ് കൗണ്ടർ മറുപടി പറയുമായിരുന്നു അല്ലെങ്കിൽ എതിർത്ത് പറയുമായിരുന്നു. ജോൺ വുഡ് കൗണ്ടർ, ജോൺ എതിർത്ത് പറയുമായിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പഠിച്ചു. ബൗഡ് വിത്ത് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ ഭാരം കൊണ്ട് മറ്റൊന്ന് താഴേക്ക് കുനിയുന്നതിനെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വാദം ഉന്നയിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു ന്യായവാദം പറയുന്നതിനെയാണ് കൗണ്ടർ എന്ന് പറയുന്നത്. എവ്രി സമ്മർ വെൻ ദ ട്രീ ബൗഡ് വിത്ത് ഗോൾഡൻ ചന്ദ്രക്കാരൻ മാംഗോസ്, ദി ആർഗ്യുമെൻറ്റ്സ് ബിഗാൻ. ദ ട്രങ്ക് ഈസ് ഇൻ മൈ യാർഡ്, ബാലൻ നായർ വുഡ് ഷൗട്ട്. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചസ് ഹാങ് ഓവർ മൈ റൂഫ്, ജോൺ വുഡ് കൗണ്ടർ. എല്ലാ വേനൽക്കാലത്തും ആ മരം സ്വർണ്ണ ചന്ദ്രക്കാരൻ മാമ്പഴങ്ങൾ കൊണ്ട് കുനിയുമ്പോൾ വാദങ്ങൾ ആരംഭിക്കും. തടി എൻ്റെ മുറ്റത്താണ്, ബാലൻ നായർ ഉച്ചത്തിൽ പറയും. പക്ഷേ ഏറ്റവും വലിയ ശാഖകൾ എൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് തൂങ്ങിക്കിടക്കുന്നത്, ജോൺ എതിർക്കും. ദേ സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഈച്ച് അതർ ബട്ട് ദേ ബോത്ത് കെപ്റ്റ് എ ഷാർപ്പ് ഐ ഓൺ ദ റൈപ്പനിങ് ഫ്രൂട്ട്. അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തി, പക്ഷേ ഇരുവരും പഴുത്തു വരുന്ന പഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ്, ദേ അവർ, സ്റ്റോപ്ഡ് നിർത്തി അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. ടോക്ക് സംസാരിക്കുക, ടു ഈച്ച് അതർ അന്യോന്യം, തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം. ദേ സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഈച്ച് അതർ അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തി. ബട്ട് പക്ഷേ. ദേ ബോത്ത് കെപ്റ്റ് എ ഷാർപ്പ് ഐ ഓൺ ദ റൈപ്പനിങ് ഫ്രൂട്ട്. ബോത്ത് രണ്ടുപേരും, ദേ ബോത്ത് അവർ രണ്ടുപേരും. കെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെച്ചു, സൂക്ഷിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ശ്രദ്ധ വെച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദേ ബോത്ത് കെപ്റ്റ് ഷാർപ്പായി. ഷാർപ്പായി എന്ന് വെച്ചാൽ അതീവ ജാഗ്രതയോടെയുള്ള നോട്ടം അല്ലെങ്കിൽ ഒരു കാര്യം സസൂക്ഷ്മം ശ്രദ്ധിക്കുക. കെപ്റ്റ് ഷാർപ്പായി അതീവ ജാഗ്രതയോടെ നോക്കിയിരുന്നു
അല്ലെങ്കിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഓൺ ദ റൈപ്പനിങ് ഫ്രൂട്ട്. റൈപ്പ് എന്ന് പറഞ്ഞാൽ പഴുത്ത, പാകമായ, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രൂട്ട് പഴം. റൈപ്പനിങ് എന്ന് വെച്ചാൽ പഴുത്ത് വരുന്ന അല്ലെങ്കിൽ പാകമായിക്കൊണ്ടിരിക്കുന്ന. റൈപ്പനിങ് ഫ്രൂട്ട്, പഴുത്ത് പാകമായി വരുന്ന പഴം. ദേ സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഈച്ച് അതർ ബട്ട് ദേ ബോത്ത് കെപ്റ്റ് എ ഷാർപ്പ് ഐ ഓൺ ദ റൈപ്പനിങ് ഫ്രൂട്ട്. അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തി, പക്ഷേ ഇരുവരും പഴുത്തു വരുന്ന പഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. One afternoon, a massive storm hit the village. Rain lashed down, and the wind howled. Suddenly, a loud crack echoed through the neighborhood. The heavy branches of the mango tree had snapped and fallen, not on the ground, but right across the path, blocking the only small road that led to both their houses. ഒരു ഉച്ചതിരിഞ്ഞ് ഗ്രാമത്തിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. മഴ തകർത്തു പെയ്തു. കാറ്റ് അലറി വിളിച്ചു. പെട്ടെന്ന് അയൽപ്പക്കമാകെ വലിയൊരു പൊട്ടൽ ശബ്ദം മുഴങ്ങിക്കേട്ടു. മാവിൻ്റെ ഭാരമേറിയ കൊമ്പുകൾ ഒടിഞ്ഞു വീണു. നിലത്തല്ല, മറിച്ച് അവർ രണ്ടുപേരുടെയും വീടുകളിലേക്കുള്ള ഏക ചെറിയ വഴിക്ക് കുറുകെയാണ് അവ വീണത്. അങ്ങനെ ആ വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൺ ആഫ്റ്റർനൂൺ, ഒരു ഉച്ച തിരിഞ്ഞ്. എ മാസീവ് സ്റ്റോം. മാസീവ് എന്ന് വെച്ചാൽ ഭീമാകാരമായ, വലിയ, വലിപ്പമേറിയ അല്ലെങ്കിൽ ശക്തിയേറിയ, ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റോം, കൊടുങ്കാറ്റ്. എ മാസീവ് സ്റ്റോം, അതിശക്തമായ ഒരു കൊടുങ്കാറ്റ്. ഹിറ്റ് ദ വില്ലേജ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ആഞ്ഞടിച്ചു, ബാധിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹിറ്റ് ദ വില്ലേജ്, ഗ്രാമത്തിൽ ആഞ്ഞടിച്ചു. വൺ ആഫ്റ്റർനൂൺ, എ മാസീവ് സ്റ്റോം ഹിറ്റ് ദ വില്ലേജ്. ഒരു ഉച്ച തിരിഞ്ഞ് ഗ്രാമത്തിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. റെയിൻ ലാഷ് ഡൗൺ. ലാഷ് ഡൗൺ എന്ന് വെച്ചാൽ തകർത്തു പെയ്തു എന്നാണ് അർത്ഥം. അതായത് അതിശക്തമായി പെയ്യുന്ന അവസ്ഥ. റെയിൻ, മഴ. റെയിൻ ലാഷ് ഡൗൺ, മഴ തകർത്തു പെയ്തു. ആൻഡ് ദ വിൻഡ് ഹൗൾഡ്. ഹൗൾഡ് എന്ന് വെച്ചാൽ അലറി വിളിച്ചു, മുരണ്ടു, ഇതൊക്കെയാണ് അർത്ഥം. അതായത് കാറ്റ് വീശുമ്പോൾ ഉണ്ടാവുന്ന വലിയ ശബ്ദത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ വിൻഡ് ഹൗൾഡ്, കാറ്റ് അലറി വിളിച്ചു. സഡൻലി, പെട്ടെന്ന്. എ ലൗഡ് ക്രാക്ക് എക്കോഡ് ത്രൂ ദ നൈബർഹുഡ്. ലൗഡ്, ഉച്ചത്തിലുള്ള അല്ലെങ്കിൽ ഉറക്കെയുള്ള. ക്രാക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടൽ അല്ലെങ്കിൽ വിള്ളൽ. എ ലൗഡ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു പൊട്ടൽ ശബ്ദം. എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. എക്കോഡ്, പ്രതിധ്വനിച്ചു അല്ലെങ്കിൽ മുഴങ്ങിക്കേട്ടു. ത്രൂ ദ നെയ്ബർഹുഡ്. നെയ്ബർഹുഡ്, അയൽപ്പക്കം. സഡൻലി എ ലൗഡ് ക്രാക്ക് എക്കോഡ് ത്രൂ ദ നെയ്ബർഹുഡ്. പെട്ടെന്ന് അയൽപ്പക്കമാകെ വലിയൊരു പൊട്ടൽ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദ ഹെവി ബ്രാഞ്ചസ് ഓഫ് ദ മാംഗോ ട്രീ ഹാഡ് സ്നാപ്ഡ് ആൻഡ് ഫോളൻ. ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമേറിയ. ബ്രാഞ്ചസ്, കൊമ്പുകൾ. ഹെവി ബ്രാഞ്ചസ്, ഭാരമേറിയ കൊമ്പുകൾ അല്ലെങ്കിൽ മരത്തിൻ്റെ വലിയ ചില്ലകൾ. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ വിരൽ ഞൊടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം. ഹാഡ് സ്നാപ്ഡ്, പൊട്ടി അല്ലെങ്കിൽ ഒടിഞ്ഞു. ഫോളൻ, വീണു. ആൻഡ് ഫോളൻ, വീഴുകയും ചെയ്തു. ദ ഹെവി ബ്രാഞ്ചസ് ഓഫ് ദ മാംഗോ ട്രീ ഹാഡ് സ്നാപ്ഡ് ആൻഡ് ഫോളൻ. മാവിൻ്റെ ഭാരമേറിയ കൊമ്പുകൾ ഒടിഞ്ഞു വീണു. നോട്ട് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലല്ല അല്ലെങ്കിൽ നിലത്തല്ല, അതായത് തറയിലല്ല വീണത്. ബട്ട് റൈറ്റ് അക്രോസ് ദ പാത്ത്. ബട്ട്, പക്ഷേ. റൈറ്റ്, കൃത്യം അല്ലെങ്കിൽ നേരെ. അക്രോസ്, കുറുകെ. പാത്ത് എന്ന് പറഞ്ഞാൽ വഴി. ബട്ട് റൈറ്റ് അക്രോസ് ദ പാത്ത്, പക്ഷേ വഴിക്ക് നേരെ കുറുകെ. ബ്ലോക്കിംഗ് ദി ഓൺലി സ്മോൾ റോഡ്. ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തിക്കൊണ്ട്. ദി ഓൺലി, ഒരേയൊരു. സ്മോൾ റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ റോഡ്, ഇടവഴി അല്ലെങ്കിൽ ചെറിയ പാത. ബ്ലോക്കിംഗ് ദി ഓൺലി സ്മോൾ റോഡ്, ഒരേ ഒരു ചെറിയ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട്. ദാറ്റ് ലെഡ് ടു ബോത്ത് ദെയർ ഹൗസസ്. ദാറ്റ് ലെഡ് ടു എന്ന് വെച്ചാൽ എത്തുന്ന, പോകുന്ന, അതായത് ആ വഴി എവിടേക്കാണോ പോകുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് ദെയർ ഹൗസസ്, അവർ രണ്ടുപേരുടെയും വീടുകളിലേക്ക്. നോട്ട് ഓൺ ദ ഗ്രൗണ്ട് ബട്ട് റൈറ്റ് അക്രോസ് ദ പാത്ത്, ബ്ലോക്കിംഗ് ദി ഓൺലി സ്മോൾ റോഡ് ദാറ്റ് ലെഡ് ടു ബോത്ത് ദെയർ ഹൗസസ്. നിലത്തല്ല, മറിച്ച് അവർ രണ്ടുപേരുടെയും വീടുകളിലേക്കുള്ള ഏക ചെറിയ വഴിക്ക് കുറുകെയാണ് അവ വീണത്. അങ്ങനെ ആ വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൺ ആഫ്റ്റർനൂൺ,
a massive storm hit the village. Rain lashed down, and the wind howled. Suddenly, a loud crack echoed through the neighborhood. The heavy branches of the mango tree had snapped and fallen, not on the ground, but right across the path, blocking the only small road that led to both their houses. ഒരു ഉച്ചതിരിഞ്ഞ് ഗ്രാമത്തിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. മഴ തകർത്തു പെയ്തു. കാറ്റ് അലറി വിളിച്ചു. പെട്ടെന്ന് അയൽപ്പക്കമാകെ വലിയൊരു പൊട്ടൽ ശബ്ദം മുഴങ്ങിക്കേട്ടു. മാവിൻ്റെ ഭാരമേറിയ കൊമ്പുകൾ ഒടിഞ്ഞു വീണു. നിലത്തല്ല, മറിച്ച് അവർ രണ്ടുപേരുടെയും വീടുകളിലേക്കുള്ള ഏക ചെറിയ വഴിക്ക് കുറുകെയാണ് അവ വീണത്. അങ്ങനെ ആ വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബാലൻ നായർ came out with his saw, and John came out with his axe. They stood on opposite sides of the fallen wood. For a moment there was silence. Then, without a word, they started working together. Balan held the branches while John cut. John cleared the leaves while Balan dragged the logs. ബാലൻ നായർ തൻ്റെ ഈർച്ചവാളുമായും ജോൺ തൻ്റെ കോടാലിയുമായും പുറത്തു വന്നു. വീണുകിടക്കുന്ന മരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ നിന്നു. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. പിന്നീട് ഒരു വാക്കുപോലും ഉരിയാടാതെ അവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ജോൺ വെട്ടുമ്പോൾ ബാലൻ മരച്ചില്ലകൾ പിടിച്ചുകൊടുത്തു. ബാലൻ തടികൾ വലിച്ചു നീക്കുമ്പോൾ ജോൺ ഇലകൾ അടിച്ചുവാരി വൃത്തിയാക്കി. ബാലൻ നായർ കെയിം ഔട്ട് വിത്ത് ഹിസ് സോ. കെയിം ഔട്ട് എന്ന് വെച്ചാൽ പുറത്തു വന്നു. സോ എന്ന് പറഞ്ഞാൽ വാൾ അല്ലെങ്കിൽ ഈർച്ചവാൾ. ബാലൻ നായർ കെയിം ഔട്ട്. ബാലൻ നായർ പുറത്തു വന്നു. എന്തുമായിട്ടാണ് പുറത്തു വന്നത്? വിത്ത് ഹിസ് സോ, തൻ്റെ ഈർച്ചവാളുമായി. ആൻഡ് ജോൺ കെയിം ഔട്ട് വിത്ത് ഹിസ് ആക്സ്. ജോൺ കെയിം ഔട്ട്. ജോൺ പുറത്തു വന്നു. എന്തുമായിട്ടാണ് പുറത്തു വന്നത്? വിത്ത് ഹിസ് ആക്സ്, അവൻ്റെ കോടാലിയുമായി. ആക്സ് എന്ന് പറഞ്ഞാൽ കോടാലി. ദേ സ്റ്റുഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ഫോളൻ വുഡ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ്, നിന്നു. ദേ സ്റ്റുഡ്, അവർ നിന്നു. എവിടെയാണ് നിന്നത്? ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ്. ഓപ്പോസിറ്റ് വിപരീതമായ അല്ലെങ്കിൽ എതിർവശത്തുള്ള. സൈഡ്സ് വശങ്ങൾ. ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഇരുവശങ്ങളിലുമായി അല്ലെങ്കിൽ എതിർവശങ്ങളിലായി. എന്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ്? ഓഫ് ദ ഫോളൻ വുഡ്. ഫോളൻ വീണ് കിടക്കുന്ന. വുഡ് മരം അല്ലെങ്കിൽ തടി. ഓഫ് ദ ഫോളൻ വുഡ് വീണ് കിടക്കുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ തടിയുടെ. ദേ സ്റ്റുഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ഫോളൻ വുഡ്. വീണ് കിടക്കുന്ന മരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ നിന്നു. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക്. ദേ വാസ് സൈലൻസ്. സൈലൻസ് നിശബ്ദത. ദേ വാസ് സൈലൻസ്, അവിടെ നിശബ്ദതയായിരുന്നു അല്ലെങ്കിൽ അവിടെ നിശബ്ദത പടർന്നു. ദെൻ പിന്നീട്. വിത്തൗട്ട് എ വേർഡ്. വിത്തൗട്ട് ഇല്ലാതെ. വേർഡ് വാക്ക്. വിത്തൗട്ട് എ വേർഡ് ഒരു വാക്കുപോലും മിണ്ടാതെ. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ. സ്റ്റാർട്ടഡ് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ടുഗെദർ ഒരുമിച്ച്. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ അവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ബാലൻ ഹെൽഡ് ദ ബ്രാഞ്ചസ് വൈൽ ജോൺ കട്ട്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഹെൽഡ് പിടിച്ചു. ബ്രാഞ്ചസ് മരച്ചില്ലകൾ. ബാലൻ ഹെൽഡ് ദ ബ്രാഞ്ചസ്. ബാലൻ മരച്ചില്ലകൾ പിടിച്ചു. എപ്പോഴാണ് പിടിച്ചത്? വൈൽ ജോൺ കട്ട്. വൈൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്. ജോൺ കട്ട്, ജോൺ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോൺ മുറിക്കുന്ന സമയത്ത്. ജോൺ ക്ലിയർ ദ ലീവ്സ് വൈൽ ബാലൻ ഡ്രാഗ് ദ ലോഗ്സ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. ലീവ്സ് ഇലകൾ. ജോൺ ക്ലിയർ ദ ലീവ്സ്. ജോൺ ഇലകൾ വൃത്തിയാക്കി അല്ലെങ്കിൽ അടിച്ചു വാരി. എപ്പോഴാ? വൈൽ ബാലൻ ഡ്രാഗ് ദ ലോഗ്സ്. ഡ്രാഗ്ഡ് എന്ന് വെച്ചാൽ വലിച്ചിഴച്ചു അല്ലെങ്കിൽ നീക്കി എന്നൊക്കെയാണ് അർത്ഥം. ലോഗ്സ് എന്ന് പറഞ്ഞാൽ മരത്തടികൾ. മരം വെട്ടിമാറ്റിയ ശേഷം കിട്ടുന്ന കനമുള്ള വലിയ കഷ്ണങ്ങളെയാണ് ലോഗ്സ് എന്ന് പറയുന്നത്, മരത്തടികൾ. വൈൽ ബാലൻ ഡ്രാഗ് ദ ലോഗ്സ്. ബാലൻ തടികൾ വലിച്ചു നീക്കുമ്പോൾ. ജോൺ ക്ലിയർ ദ ലീവ്സ് വൈൽ ബാലൻ ഡ്രാഗ് ദ ലോഗ്സ്. ബാലൻ തടികൾ വലിച്ചു നീക്കുമ്പോൾ ജോൺ ഇലകൾ അടിച്ചുവാരി വൃത്തിയാക്കി. ബാലൻ നായർ came out with his saw and John came out with his axe. They stood on opposite sides of the fallen wood. For a moment there was silence. Then, without a word, they started working together. Balan held the branches while John cut. John cleared the leaves while Balan dragged the logs.
ബാലൻ നായർ തൻ്റെ ഈർച്ചവാളും ജോൺ തൻ്റെ കോടാലിയുമായും പുറത്തു വന്നു. വീണുകിടക്കുന്ന മരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ നിന്നു. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. പിന്നീട് ഒരു വാക്കുപോലും ഉരിയാടാതെ അവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ജോൺ വെട്ടുമ്പോൾ ബാലൻ മരച്ചില്ലകൾ പിടിച്ചുകൊടുത്തു. ബാലൻ തടികൾ വലിച്ചു നീക്കുമ്പോൾ ജോൺ ഇലകൾ അടിച്ചുവാരി വൃത്തിയാക്കി. ബൈ ദ ടൈം ദ റോഡ് വാസ് ക്ലിയർ, ദേ വർ ബോത്ത് ട്രെൻച്ച്ഡ് ആൻഡ് എക്സോസ്റ്റഡ്. ജോൺസ് വൈഫ് came out with 2 glasses of hot ginger coffee. As they sat on the porch sharing the coffee, the boundary seemed to have vanished. റോഡ് വൃത്തിയായപ്പോഴേക്കും അവർ രണ്ടുപേരും വിയർത്തു കുളിക്കുകയും നന്നായി തളരുകയും ചെയ്തിരുന്നു. ജോണിൻ്റെ ഭാര്യ 2 ഗ്ലാസ് ചൂടുള്ള ഇഞ്ചിക്കാപ്പിയുമായി പുറത്തു വന്നു. ഉമ്മറത്തിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന ആ അതിർവരമ്പ് മാഞ്ഞുപോയതായി തോന്നി. ബൈ ദ ടൈം എന്ന് വെച്ചാൽ അപ്പോഴേക്കും അല്ലെങ്കിൽ ആ സമയമായപ്പോഴേക്കും, റോഡ് വൃത്തിയായി കഴിഞ്ഞപ്പോഴേക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാര്യം നടന്നു തീർന്ന ആ നിമിഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ബൈ ദ ടൈം ഇറ്റ് റെയിൻഡ് വി റീച്ച്ഡ് ഹോം. മഴ പെയ്തപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ബൈ ദ ടൈം വെച്ചിട്ട് ഇങ്ങനെ സെൻറ്റൻസുകൾ പറയാം. ഇവിടെ ബൈ ദ ടൈം ദ റോഡ് വാസ് ക്ലിയർ. ക്ലിയർ എന്ന് വെച്ചാൽ വൃത്തിയായ അല്ലെങ്കിൽ തടസ്സമില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. ബൈ ദ ടൈം ദ റോഡ് വാസ് ക്ലിയർ, റോഡ് വൃത്തിയായപ്പോഴേക്കും. ദേ വേ ബോത്ത് ഡ്രെഞ്ച്ഡ് ആൻഡ് എക്സോസ്റ്റഡ്. ഡ്രെഞ്ച് എന്ന് വെച്ചാൽ പൂർണ്ണമായും നനയുക. സാധാരണയായി മഴയിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ വിയർപ്പിലോ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നനഞ്ഞു കുതിരുക, ആകെ നനയുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ വിയർപ്പ് കൊണ്ടാണ് നനഞ്ഞു കുളിച്ചിരിക്കുന്നത്. എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം തളർന്ന. ദേ വർ ബോത്ത് ഡ്രെഞ്ച്ഡ് ആൻഡ് എക്സോസ്റ്റഡ്. രണ്ടുപേരും വിയർത്തു കുളിക്കുകയും നന്നായി തളരുകയും ചെയ്തിരുന്നു. ജോൺസ് വൈഫ് കെയിം ഔട്ട് വിത്ത് 2 ഗ്ലാസസ് ഓഫ് ഹോട്ട് ജിഞ്ചർ കോഫി. കെയിം ഔട്ട് പുറത്തു വന്നു. ജോൺസ് വൈഫ് കെയിം ഔട്ട്. ജോണിൻ്റെ ഭാര്യ പുറത്തു വന്നു. എന്തുമായിട്ടാണ് പുറത്തു വന്നത്? വിത്ത് 2 ഗ്ലാസസ് ഓഫ് ഹോട്ട് ജിഞ്ചർ കോഫി. 2 ഗ്ലാസ് ചൂടുള്ള ജിഞ്ചർ കോഫിയുമായിട്ട് അല്ലെങ്കിൽ ഇഞ്ചി കാപ്പിയുമായിട്ട്. ആസ് ദി സാറ്റ് ഓൺ ദ പോച്ച് ഷെയറിംഗ് ദ കോഫി ദ ബൗണ്ടറി സീം ടു ഹാവ് വാനിഷ്ഡ്. ഇവിടെ ആസ് യൂസ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് എന്നുള്ള അർത്ഥത്തിലാണ്, സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സാറ്റ്, ഇരുന്നു. പോർച്ച് എന്ന് പറഞ്ഞാൽ ഉമ്മറം അല്ലെങ്കിൽ പൂമുഖം എന്നൊക്കെയാണ് അർത്ഥം. ഷെയറിംഗ് പങ്കുവയ്ക്കുന്നു. ആസ് ദ സാറ്റ് ഓൺ ദ പോച്ച് ഷെയറിംഗ് ദ കോഫി. അവർ ഉമ്മറത്തിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ. ദ ബൗണ്ടറി സീം ടു ഹാവ് വാനിഷ്ഡ്. ബൗണ്ടറി അതിര് അല്ലെങ്കിൽ അതിർവരമ്പ്. സീം എന്ന് വെച്ചാൽ തോന്നുക, സീംഡ് തോന്നി. വാനിഷ്ഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ മാഞ്ഞുപോയി. ദ ബൗണ്ടറി സീം ടു ഹാവ് വാനിഷ്ഡ്. അതിർവരമ്പ് മാഞ്ഞുപോയതായി തോന്നി. ബൈ ദ ടൈം ദ റോഡ് വാസ് ക്ലിയർ, they were both drenched and exhausted. John's wife came out with 2 glasses of hot ginger coffee. As they sat on the porch sharing the coffee, the boundary seemed to have vanished. റോഡ് വൃത്തിയായപ്പോഴേക്കും അവർ രണ്ടുപേരും വിയർത്ത് കുളിക്കുകയും നന്നായി തളരുകയും ചെയ്തിരുന്നു. ജോണിൻ്റെ ഭാര്യ 2 ഗ്ലാസ് ചൂടുള്ള ഇഞ്ചിക്കാപ്പിയുമായി പുറത്തു വന്നു. ഉമ്മറത്തിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന ആ അതിർവരമ്പ് മാഞ്ഞുപോയതായി തോന്നി. ദ മാംഗോസ് വുഡ് ഹാവ് ബീൻ സ്വീറ്റ് ദിസ് ഇയർ, ബാലൻ നായർ റിമാർക്ഡ് ക്വയറ്റ്ലി. ദേ സ്റ്റിൽ ആർ, ജോൺ റിപ്ലൈഡ്, പോയിന്റിംഗ് ടു എ ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് ഹിസ് കിഡ്സ് ഹാഡ് ഗാദേർഡ് ബിഫോർ ദ സ്റ്റോം. ഹാഫ് ആർ യുവേഴ്സ് ബാലൻ, ദ ട്രീ ബിലോങ് ടു ദി എർത്ത്, നോട്ട് അസ്. ഈ വർഷത്തെ മാങ്ങകൾക്ക് നല്ല മധുരമുണ്ടാകുമായിരുന്നു, ബാലൻ നായർ ശാന്തമായി പറഞ്ഞു. അവ ഇപ്പോഴും മധുരമുള്ളവ തന്നെയാണ്, ജോൺ മറുപടി നൽകി. കൊടുങ്കാറ്റിന് മുൻപ് തൻ്റെ മക്കൾ ശേഖരിച്ച ഒരു കൊട്ട മാങ്ങകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. ഇതിൽ പകുതി നിനക്കുള്ളതാണ് ബാലൻ. ആ മരം ഭൂമിയുടേതായിരുന്നു, നമ്മുടേതല്ല. ദ മാംഗോസ് വുഡ് ഹാവ് ബീൻ സ്വീറ്റ് ദിസ് ഇയർ. മാംഗോസ് മാങ്ങകൾ, വുഡ് ഹാവ് ബീൻ ആകുമായിരുന്നു. ഒരു സാധ്യതയെ സൂചിപ്പിക്കാനാണ് വുഡ് ഹാവ് ബീൻ വെച്ച് പറയുന്നത്. ദ മാംഗോസ് വുഡ് ഹാവ് ബീൻ സ്വീറ്റ് ദിസ് ഇയർ. സ്വീറ്റ് എന്ന് വെച്ചാൽ മധുരമുള്ള. ദിസ് ഇയർ ഈ വർഷം. ദ മാംഗോസ് വുഡ് ഹാവ് ബീൻ സ്വീറ്റ് ദിസ് ഇയർ. ഈ വർഷത്തെ മാങ്ങകൾക്ക് നല്ല മധുരമുണ്ടാകുമായിരുന്നു. ബാലൻ നായർ റിമാർക്ഡ് ക്വയറ്റ്ലി. റിമാർക്ക് എന്ന് വെച്ചാൽ
പറഞ്ഞു അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. ക്വയറ്റ്ലി ശാന്തമായി അല്ലെങ്കിൽ പതുക്കെ. ബാലൻ നായർ റിമാർക്ഡ് ക്വയറ്റ്ലി. ബാലൻ നായർ ശാന്തമായി പറഞ്ഞു. ദേ സ്റ്റിൽ ആർ. സ്റ്റിൽ ഇപ്പോഴും. ദേ സ്റ്റിൽ ആർ. അവ ഇപ്പോഴുമാണ്, അതായത് ഇപ്പോഴും മധുരമുള്ളവ തന്നെയാണ് എന്നാണ് പറയുന്നത്. ജോൺ റിപ്ലൈഡ്. റിപ്ലൈഡ് എന്ന് വെച്ചാൽ മറുപടി പറഞ്ഞു. ജോൺ റിപ്ലൈഡ്. ജോൺ മറുപടി പറഞ്ഞു. എങ്ങനെ മറുപടി പറഞ്ഞത്? പോയിൻറ്റിങ് ടു എ ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് ഹിസ് കിഡ്സ് ഹാഡ് ഗാദേർഡ് ബിഫോർ ദ സ്റ്റോം. പോയിൻറ്റിംഗ് എന്ന് വെച്ചാൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട്. ബാസ്ക്കറ്റ് കൊട്ട, കിഡ്സ് കുട്ടികൾ. ഗാദേർഡ് എന്ന് വെച്ചാൽ ശേഖരിച്ചു അല്ലെങ്കിൽ പെറുക്കിയെടുത്തു എന്നൊക്കെയാണ് അർത്ഥം. പോയിൻറ്റിംഗ് ടു എ ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് ഹിസ് കിഡ്സ് ഹാഡ് ഗാദേർഡ്. തൻ്റെ മക്കൾ ശേഖരിച്ച ഒരു കൊട്ട മാങ്ങകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. അതെപ്പോഴാണ് പെറുക്കിയെടുത്തത്? ബിഫോർ ദ സ്റ്റോം. ബിഫോർ മുമ്പ്. സ്റ്റോം നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുങ്കാറ്റ്. ബിഫോർ ദ സ്റ്റോം കൊടുങ്കാറ്റിന് മുമ്പ്. ഹാഫ് ആ യുവേഴ്സ് ബാലൻ. ഹാഫ് പകുതി. യുവേഴ്സ് നിൻ്റേത്. ഹാഫ് ആ യുവേഴ്സ് ബാലൻ പകുതി നിൻ്റേതാണ് ബാലൻ. ദ ട്രീ ബിലോങ് ടു ദി എർത്ത് നോട്ട് അസ്. ബിലോങ്ഡ് എന്ന് വെച്ചാൽ ഉടമസ്ഥതയിലായിരുന്നു. ഇവിടെ മരം ഭൂമിയുടേതാണ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ട്രീ ബിലോങ് ടു ദി എർത്ത്. എർത്ത് ഭൂമി. ആ മരം ഭൂമിയുടേതായിരുന്നു. നോട്ട് അസ് നമ്മുടേതല്ല. ദ മാംഗോസ് വുഡ് ഹാവ് ബീൻ സ്വീറ്റ് ദിസ് ഇയർ. ബാലൻ നായർ റിമാർക്ഡ് ക്വയറ്റ്ലി. ദേ സ്റ്റിൽ ആർ. ജോൺ റിപ്ലൈഡ്. പോയിൻറ്റിംഗ് ടു എ ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് ഹിസ് കിഡ്സ് ഹാഡ് ഗാദേർഡ് ബിഫോർ ദ സ്റ്റോം. ഹാഫ് ആ യുവേഴ്സ് ബാലൻ. ദ ട്രീ ബിലോങ് ടു ദി എർത്ത് നോട്ട് അസ്. ഈ വർഷത്തെ മാങ്ങകൾക്ക് നല്ല മധുരമുണ്ടാകുമായിരുന്നു. ബാലൻ നായർ ശാന്തമായി പറഞ്ഞു. അവ ഇപ്പോഴും മധുരമുള്ളവ തന്നെയാണ്. ജോൺ മറുപടി നൽകി. കൊടുങ്കാറ്റിന് മുൻപ് തൻ്റെ മക്കൾ ശേഖരിച്ച ഒരു കൊട്ട മാങ്ങകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. ഇതിൽ പകുതി നിനക്കുള്ളതാണ് ബാലൻ. ആ മരം ഭൂമിയുടേതായിരുന്നു, നമ്മുടേതല്ല. ദേ റിയലൈസ് ദാറ്റ് ദ ട്രീ ഡിഡിൻ ഡിവൈഡ് ദെയർ ലാൻഡ്. ഇറ്റ് വാസ് ദെയർ ടു ബ്രിങ് ദെം ടുഗെദർ. ആ മരം അവരുടെ പുരയിടങ്ങളെ തമ്മിൽ വേർതിരിക്കുകയല്ല, മറിച്ച് അവരെ ഒന്നിപ്പിക്കാനാണ് അവിടെ നിലകൊണ്ടിരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ദേ റിയലൈസ്ഡ്. റിയലൈസ്ഡ് തിരിച്ചറിഞ്ഞു. ദേ റിയലൈസ്ഡ് അവർ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് ബോധ്യമായി. ദാറ്റ് ദ ട്രീ ഡിഡിൻ ഡിവൈഡ് ദെയർ ലാൻഡ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ വിഭജിക്കുക അല്ലെങ്കിൽ വേർതിരിക്കുക. ലാൻഡ് ഭൂമി അല്ലെങ്കിൽ പുരയിടം. ദ ട്രീ ഡിഡിൻ ഡിവൈഡ് ദെയർ ലാൻഡ്. ആ മരം അവരുടെ ഭൂമിയെ വിഭജിച്ചിരുന്നില്ല അല്ലെങ്കിൽ വേർതിരിച്ചിരുന്നില്ല. ഇറ്റ് വാസ് ദെയർ ടു ബ്രിങ് ദം ടുഗെദർ. ബ്രിങ് ടുഗെദർ എന്ന് വെച്ചാൽ ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ അടുപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് ദെയർ ടു ബ്രിങ് ദം ടുഗെദർ. അവരെ തമ്മിൽ അടുപ്പിക്കാനാണ് അല്ലെങ്കിൽ ഒന്നിപ്പിക്കാനാണ് അതവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ദെയർ ടു ബ്രിങ് ദം ടുഗെദർ. ദേ റിയലൈസ് ദാറ്റ് ദ ട്രീ ഡിഡിൻ ഡിവൈഡ് ദെയർ ലാൻഡ്. ഇറ്റ് വാസ് ദെയർ ടു ബ്രിങ് ദം ടുഗെദർ. ആ മരം അവരുടെ പുരയിടങ്ങളെ തമ്മിൽ വേർതിരിക്കുകയല്ല, മറിച്ച് അവരെ ഒന്നിപ്പിക്കാനാണ് അവിടെ നിലകൊണ്ടിരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കഥകളാണ് കേൾക്കാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.